ജാപ്പനീസ് ഗ്രാൻഡ് പ്രിയിൽ ഒലിവർ ബെയർമാന്റെ ക്രാഷ് ഉണ്ടല്ലോ, അപ്പൊ അതിന് കാരണക്കാര് ആരാന്ന് ചോദിച്ചാൽ FIA ആണ്. അപ്പം ഇൻസിഡന്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേസിനിടയിൽ ഒലിവർ ബെയർമാൻ ഒരു സ്ട്രേറ്റ്സ് ഉണ്ടല്ലോ, 1.2 കിലോമീറ്റർ സ്ട്രേറ്റ്സ്, പിന്നെ അടുത്ത് വരുന്ന മറ്റേ എസ്കർവ് ഒക്കെ വരുന്ന സമയത്ത് നല്ല സ്പീഡിലാണ് വരുന്നത്. ഒരു 200-250 ആ ഒരു റേഞ്ചിലാണ് സ്പീഡിൽ വന്നത്. പക്ഷെ ഫ്രണ്ടിൽ ഫ്രാങ്കോ കോളപ്പിന്റെ ഉണ്ടായിരുന്നു, അൽപ്പൈൻ്റെ. ഫ്രാങ്കോ കോളപ്പിന്റെ ബാറ്ററി ഹാർവെസ്റ്റ് ചെയ്യുമായിരുന്നു, മീൻസ് ബാറ്ററി റീചാർജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു 60 കിലോമീറ്റർ കുറച്ച് സ്പീഡിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ബെയർമാൻ പുറത്ത് നല്ല സ്പീഡിലാവുന്നത്. അപ്പം ബെയർമാൻ ബാറ്ററി ഡിപ്ലോയ് ചെയ്തേക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒലിവർ ബെയർമാൻ അത്ര സ്പീഡിൽ വരുന്നു, കോളപ്പിന്റെ ഫ്രണ്ടിൽ അത്ര സ്പീഡ് കുറഞ്ഞു പോകുന്നു. അത് കുറച്ചുകൂടെ മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം നമ്മുടെ ഒരു ഫ്രണ്ടും കൂടെ സ്ട്രേറ്റ് റോഡിൽ ബൈക്കിൽ പോവാണ് എന്ന് പറഞ്ഞാൽ നല്ല സ്പീഡിലാണ് പോകുന്നത്. ആരെയും ട്രൈ ചെയ്യില്ല കേട്ടോ, നമ്മുടെ റോഡിലൊന്നും ട്രൈ ചെയ്യില്ല. നമ്മൾ നല്ല സ്പീഡിൽ പോവാണ്, ഒരു 80 km/h സ്പീഡിൽ പോവാണ്. അപ്പോൾ നല്ല കട്ടയ്ക്ക് മത്സരിച്ച് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എത്തിയപ്പോഴത്തേനും നമ്മുടെ ഫ്രണ്ട് പെട്ടെന്ന് ബ്രേക്ക് ഇട്ട്. അപ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു സംഭവമില്ലേ, ഫ്രണ്ടിലോട്ട് ആഞ്ഞു പോകുന്നത്, ഒരു കൺട്രോൾ പോകുന്ന ഒരു ഇത്. അത് നമ്മൾ 80 km ഉള്ളൂ. പക്ഷേ ഈ Formula 1 കാർ പോകുന്നത് എത്ര km/h ആണ്? 250-300 km/h സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ അത്ര ഒരു സ്പീഡിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു ഡ്രൈവറിന്റെ കൺട്രോൾ എൻറ്റയർലി പോകും. അപ്പോൾ ആ സെയിം ഇൻസിഡന്റ് ആണ് ഇവിടെ ഉണ്ടായത്. കോളപ്പിന്റെ സ്പീഡ് കുറഞ്ഞപ്പോഴത്തേന് ബെയർമാൻ അത് എക്സ്പെക്ട് ചെയ്തില്ല. അപ്പോൾ ആ ഒരു വന്ന സ്പീഡിൽ പുള്ളിക്ക് കൺട്രോൾ പോയിട്ട് ഒരു 30 G അത്ര ഒരു ഫോഴ്സ് പുള്ളിയുടെ ബോഡി വരുന്ന പോലെ ഒന്ന് ബാരിയറെ തട്ടി. പറഞ്ഞാൽ ഒരു Formula 1 ഡ്രൈവറിന്റെ ഡെത്ത്, മരിച്ചു പോകാൻ വേണ്ടി അത്ര ഒരു സംഭവം മതി.